നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞാൻ നിങ്ങളോട് ആ രഹസ്യം തുറന്നു പറയാൻ പോവുകയാണ്. അജയ മാത്രമല്ല, പ്രേതത്തെ ഞാനും കണ്ടു. പൊട്ടത്തരം പറയാതെ പോടോ. പൊട്ടത്തരമല്ല മാംസ്, ശരിക്കും ഇന്നലെ രാത്രി ഞാൻ പ്രേതത്തെ കണ്ടു. വെള്ള സാരി, പനങ്കുല പോലെ അഴിച്ചിട്ട മുടി, ചോര കത്തുന്ന കണ്ണുകൾ, കാല് നിലത്തല്ല അവിടങ്ങനെ ഒഴുകി നടക്കുന്നു. താൻ ചുമ്മാ ആളെ പേടിപ്പിക്കാതെ പോടോ. പേടിപ്പിച്ചതല്ല, ഞാൻ കണ്ട കാര്യം പറഞ്ഞതാ. എന്നിട്ട് താൻ അത് ഭൈരവനോട് പറഞ്ഞോ? അതെന്തിനാ? അവനെ തല്ലോണ്ടിയാവാനാ? ഞാൻ പറഞ്ഞൊന്നുമില്ല. അജയൻ കണ്ട പ്രേതത്തെ മാത്രം ഒഴിപ്പിച്ചാ മതി. ഞാൻ കണ്ടത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഭൈരവന്റെ കയ്യിൽ ഇത് നിൽക്കുമെന്നാ എന്റെ സംശയം. ഭൈരവന്റെ കയ്യിൽ നിന്നില്ലെങ്കിൽ നമ്മൾ ഈ കഥ നേരെ തിരിച്ചുവിടും. എങ്ങോട്ട്? ഭ്രാന്താശുപത്രിയിലേക്ക്. അയ്യോ! അജയ, അടക്ക്. അജയ, ഞാൻ പറഞ്ഞ കേക്ക്. അവൻ അവിടെ നിൽക്ക. അജയ, അജയ, മുതലാളി പിടി. മോനെ, അജയ. ഞാൻ മോനല്ല, മോളാ. മോളോ? മോൾക്ക് എന്താ വേണ്ടേ? ചോര. ചൂട്ടു ചോര. വേഗം താ, വേഗം താ. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. ഏത് ഗ്രൂപ്പ് വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അജയ, അടക്ക്. എടാ, അടങ്ങി. നിങ്ങൾ ആരും ഇതിൽ ഇടപെടണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. വാ ഇവിടെ. ചോര വേണ്ട. വാ ഇവിടെ. ഇങ്ങോട്ട് വരിക. വരാനല്ലേ പറഞ്ഞേ? വരാൻ നിൽക്കടാ. വാ ഇവിടെ. വരാൻ നിൽക്കുന്നേ. പോടാ. ഇറങ്ങി പോയില്ലേ? പോയില്ലേ? ഇറങ്ങിപ്പോ. എങ്ങോട്ട് പോവാൻ? പോകാൻ. കൊല്ലുന്നേ. പോകാനാ പറഞ്ഞേ. പോ. വയറ്റിനെ പോകുള്ളൂ. പോയില്ലേ നീ? ഈ ശരീരം വിട്ട് പോ. പോകാൻ. പോകാൻ. ഇറങ്ങിപ്പോ. പോകില്ലേ നീ? ശരീരം വിട്ട് പുറത്തു പോകാൻ. പോകാൻ. എങ്ങോട്ട് പോവാൻ? ഇത് എന്റെ വീടാണോ? താടി. പോകില്ലേ നീ? പോകില്ലേ? പോകാനല്ലേ പറഞ്ഞു? പോകാൻ. ഈ ശരീരം വിട്ട് പോകുമോ? പോകുമോന്ന്? ഇറങ്ങിപ്പോ. പോകില്ലേ? പോകില്ലേ? പരീക്ഷണം. എന്തായി? അവൾ ഒഴിഞ്ഞു പോയോ? ഒഴിഞ്ഞു പോയി. പക്ഷേ ഉടനെ ഒരു കഠോര പൂജ കൂടി നടത്തേണ്ടി വരും. ഇനി ഒരിക്കലും അവൾ ഈ വഴി വരാതിരിക്കാൻ. എന്ത് വേണമെങ്കിലും നടത്തിക്കോ, പക്ഷേ അജയന്റെ അസുഖം ഭേദാവണം. അതിനുവേണ്ടി എത്ര രൂപ ചെലവാക്കാനും ഞങ്ങൾ തയ്യാറാ.
എന്നാ എല്ലാം പറഞ്ഞതുപോലെ അടുത്ത പൂജയ്ക്കുള്ള തീയതി ഞാൻ അറിയിക്കാം. ചാർട്ട് ഡിക്രൂസിന്റെ ഫോണിൽ ഇട്ട് തരാം. ഓ അധികം വൈകിക്കരുത്. കണ്ടല്ലോ, അവന്റെ അവസ്ഥ വളരെ മോശം. വൈകിക്കില്ല. എന്നാലും 24 മണിക്കൂർ സമയം കൊടുക്കാം. ഇന്നത്തെ പ്രയോഗം കൊണ്ട് ബാധ ഒഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. ഇല്ലെങ്കിലും ഉറപ്പായും കഠോര പൂജ തന്നെ വേണ്ടിവരും. ആയുഷ്മാൻ ആൻഡ് ആയുഷ്മതി ഭവ. എങ്ങനെ ഉണ്ടായിരുന്നു? അവന്റെ അസുഖം മാറിയോ? അവൻ നേരെ ചൊവ്വേ എഴുന്നേറ്റിരുന്നിട്ട് വേണ്ടേ അവന്റെ അസുഖം മാറാൻ. ഒരാഴ്ചത്തേക്കുള്ള ഡോസ് കൊടുത്തിട്ടുണ്ട്. ഓ ഇനിയും തല്ലണമെന്ന് തോന്നുമ്പോ വിളിച്ചാ മതി. അല്ല, തട്ടിപ്പോവോ? ഏയ്, കേട്ടിടത്തോളം അവന്റെ കയ്യിലിരിപ്പിനെ തല്ലി കൊല്ലേണ്ടതാ. ആ പിന്നെ പോട്ടെ, തൽക്കാലം ജീവിച്ചോട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങ് വരാം. ആയിക്കോട്ടെ. എന്നാ ശരി. ഓ. ആ അയ്യോ അജയ, മോനെ അജയ, എടാ മോനെ, നിനക്ക് ഗതി ആയല്ലോടാ. അജയ മോനെ, മോനെ മോനെ എന്താടാ, എന്ത് പറ്റിയെന്ന് പറ. എന്താ? ഇതെന്തോന്ന് കെട്ടിയത്? എന്താന്നാ പ്രകടിക്കാൻ? ആര് ചിരിച്ചു? നിന്റെ വട്ട് ഇതുവരെ മാറിയില്ലേടാ? എനിക്കറിയാം നിങ്ങളുടെയൊക്കെ ഉള്ളിലിപ്പ്. സന്തോഷിക്കുകയല്ലേ? നിങ്ങൾ ഇങ്ങ് പോര്. ഇനി നമ്മളിവിടെ നിന്നതുകൊണ്ട് അങ്ങയുടെ വട്ട് മൂക്കണ്ട. ഒട്ട് നിന്റെ മറ്റവനാടി. എന്റെ മറ്റവന്റെ കാര്യം തന്നെയാ പറഞ്ഞത്. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ മറ്റവൻ.